மூணார் எக்கோ பாயிண்டிற்கு அருகில் கடந்த தினம் விபத்து சிக்கிய சுற்றுலா பேருந்தின் வாகனத்தில் ஸ்பீட் கண்ட்ரோலர் செயலற்ற நிலையில் இருந்ததாக மோட்டார் வாகனத்துறை கண்டுபிடித்துள்ளது. எக்கோ பாயிண்டிற்கு அருகில் விபத்துக்குள்ளான சுற்றுலா பேருந்து வேக கட்டுப்பாடு கருவி செயல்படவில்லை என்று மோட்டார் வாகனத்துறை தெரிவித்துள்ளது. விபத்தில் சிக்கிய பேருந்து மீட்கப்பட்ட பின்பு மோட்டார் வாகனத்துறை நடத்திய ஆய்வின் போதுதான் கண்டுபிடிக்கப்பட்டது. கடந்த புதன்கிழமை மதியம் மூணார் எக்கோ பாயிண்டில் மாணவர்களை ஏற்றி சென்ற சுற்றுலா பேருந்து விபத்துக்குள்ளானது. இந்த விபத்தில் 3 மாணவர்கள் உயிரிழந்தனர். வாகனத்தின் அதிக வேகமே விபத்திற்கு காரணம் என்றும் ஆரம்பகட்ட முடிவு. மோட்டார் வாகனத்துறை கண்டுபிடிப்புகள் இதை உறுதி செய்கின்றன. வாகனத்தின் பிரேக்குகள் உடைந்திருப்பதும் കണ്ടുപിടിക്കപ്പെട്ടത്. വാഹനം പരിശോധിച്ചതിൽ വ്യക്തമായിട്ടുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടത്തിലുണ്ടായ ഡാമേജുകൾ അല്ലാതെ ഇതിൽ ശ്രദ്ധയിൽപ്പെട്ടത് വാഹനത്തിൻ്റെ വേഗതാ നിയന്ത്രണ സംവിധാനം സ്പീഡ് ഗവർണർ അത് ഡിസ്കണക്ട് ചെയ്താണ് അത് വെച്ചിരിക്കുന്നത്. അത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് സ്പീഡ് അധികമാകാനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ മറ്റ് മാറ്റങ്ങളൊന്നും രൂപമാറ്റങ്ങളോ ലൈറ്റിൻ്റെയോ അകത്തെ സൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല. മെക്കാനിക്കൽ പരമായിട്ട് വാഹനത്തിന് യാതൊരു തകരാറുമില്ല. ബ്രേക്ക് സിസ്റ്റം ആണെങ്കിലും കുഴപ്പമില്ല, എഫിഷ്യൻ്റ് ആണ്. ടയേഴ്സ് പരിശോധിച്ചു. ടയേഴ്സിൻ്റെ നിലവാരമൊക്കെ വളരെ തൃപ്തികരമായിട്ടുള്ളതാണ്. പിന്നെ അപകടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണുള്ളത്. സംഭവസ്ഥലം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ദീർഘദൂര യാത്ര നടത്തി വന്ന ശേഷം ഈ റോഡിനെക്കുറിച്ചോ അവിടുത്തെ പരിസ്ഥിതികളെക്കുറിച്ചോ യാതൊരു ബോധ്യമില്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് അനുമാനം. ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ GPS സംവിധാനം 13/2 വരെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പം ഇത് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ളത് മനസ്സിലാകുന്നുണ്ട്. കാരണം അത് ഏത് തരത്തിലൊക്കെ എന്തൊക്കെ അലർട്ട് ഇത് ഓവർ സ്പീഡിന് വന്നിട്ടുണ്ടോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ഇയാൾ വയലേഷൻസ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ GPS-ൻ്റെ പരിശോധിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ നിലവിൽ നോക്കുമ്പോൾ 13/2 വരെയുള്ള ഡാറ്റാസാണ് നമുക്ക് അവൈലബിൾ ആവുള്ളൂ. சாலையின் திசையை பற்றி தெளிவாக அறிகுறி இல்லாததே இந்த பிரச்சனைக்கு முக்கிய காரணம். கன்னியாகுமரியை சேர்ந்த வாகன ஓட்டுநர் தான் போலீசாரால் கைது செய்யப்பட்ட நேற்று நீதிமன்றத்தில் ஆஜர்படுத்தப்பட்டது. நீதிமன்றம் அவரை சிறையில் அடைத்துள்ளது. பேருந்து கவிழ்ந்த பகுதி அதிக ஆபத்து நிறைந்த பகுதி என்றும் அங்கு விபத்து எச்சரிக்கை அமைப்பு நிறுவுவதற்கான ஆலோசனையுடன் சம்பந்தப்பட்ட துறைகளுக்கு அறிக்கை சமர்ப்பிக்கப்படும் என்று மோட்டார் வாகனத்துறை அதிகாரிகள் தெரிவித்தனர். நியூஸ் பீரோ மூணார்.